ഗുഡ് മോർണിംഗ് യൂട്യൂബ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മുടെ സ്റ്റാർ സിറ്റിയെ പറ്റി തന്നെയാണ്. ഗൈസ്, ഞാൻ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഈ ബൈക്കിലാണ് അഴിച്ച് പണിയുള്ള എക്സ്പീരിയൻസ് ഉള്ളത്. അപ്പോൾ എൻ്റെ എക്സ്പീരിയൻസസ്, അതുപോലെ വണ്ടി അഴിച്ച് നമ്മൾ സ്വന്തമായിട്ട് പണിയുന്നതിനുള്ള അഡ്വാൻറ്റേജും സ്വന്തമായിട്ട് അഴിച്ച് പണിയുന്നതിനുള്ള ഡിസഡ്വാൻറ്റേജും, പിന്നെ ഈ ബൈക്ക് അടിച്ചിട്ട് കിട്ടിയ ഒരു പണിയെ പറ്റിയാണ് സംസാരിക്കാൻ പോകുന്നത്. അപ്പം ഞാൻ കൂടുതൽ ലാഗ് അടിപ്പിക്കുന്നില്ല. മാത്രമല്ല, എനിക്കൊരു സ്പെഷ്യൽ ഡേ ആണ് ഗൈസ്. ഇന്നെൻ്റെ ബർത്ത്ഡേ ആണ്. സോ ഒരു വയസ്സും കൂടെ തികയുന്നു. അതുമാത്രമല്ല, അത്ര എക്സ്പീരിയൻസ് ലൈഫിലാവുന്നു എന്നൊരു തോന്നലുണ്ട്. ഈവൻ റൈഡിങ്ങിലാണെങ്കിലും എന്തിലാണെങ്കിലും ഒരുപാട് എക്സ്പീരിയൻസസ് കിട്ടിയാണ് ഒരു വയസ്സോടെ കടന്നുപോയി. സോ എനിവേ, നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഗൈസ്, അപ്പം ഞാൻ ആദ്യം തന്നെ എൻ്റെ അഡ്വാൻറ്റേജിനെ പറ്റി സംസാരിക്കാം. വണ്ടിപ്പണി അറിയാം, വണ്ടി പണിയുന്ന ഒരാളാണ്. അത്യാവശ്യം പണിയെന്ന് പറയുമ്പോൾ വലിയ എഞ്ചിൻ സൈഡെന്ന് അറിയത്തില്ലെങ്കിലും അത്യാവശ്യം അറിയുന്ന ഒരാളാണ്. അങ്ങനെ ഒരാളെന്നുണ്ടെങ്കിൽ അറിഞ്ഞിരിക്കുന്നതിൻ്റെ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അഡ്വാൻറ്റേജ് നമ്പർ 1, വണ്ടി വഴി വെള്ളം കിടന്നു കഴിഞ്ഞാൽ ഏകദേശം ചെറിയ പണികളൊക്കെ ആണെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ടെക്നിക്ക് ഉപയോഗിച്ച് ആ വണ്ടി ഇവിടുന്ന് മാറ്റാം. മീൻസ് ഞാൻ പറഞ്ഞത് കഷ്ടകാലം നമുക്ക് ചിലപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റുന്ന സിറ്റുവേഷൻ ആണെന്ന് നമുക്ക് അറിഞ്ഞു. പക്ഷേ ഞാൻ പറഞ്ഞത് ചെറിയ പണികൾ വണ്ടിക്ക് ഉണ്ടെന്ന് പറയുമ്പം വല്ല മിസ്സിംഗ് ഒക്കെ വരുവാന്നില്ല, അല്ലെങ്കിൽ വണ്ടിയിൽ ചെറിയ പണികളോ ഒരു നേക്കിന് എങ്ങനെയെങ്കിലും ഓടിച്ച് എത്തിക്കാൻ പറ്റുന്ന കുറച്ച് ചെറിയ പണികളൊക്കെ ഉണ്ട്. അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ആണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് പണി അറിഞ്ഞിരിക്കുന്നുണ്ട്. അത് ഉറപ്പായിട്ട് ഉപകാരപ്പെടും ലൈഫിൽ. അത് ഓർത്ത് വെച്ചോളാം. അത് അഡ്വാൻറ്റേജ് നമ്പർ 1 അതാണ്. അടുത്തത് അഡ്വാൻറ്റേജ് നമ്പർ 2 എന്ന് പറഞ്ഞത്, ഇപ്പം നിങ്ങൾക്ക് വണ്ടിയിൽ എന്തെങ്കിലും പണി വരുവാണെങ്കിൽ നിങ്ങൾ വണ്ടി പണിയായി ആ സംഭവം പണിയാൻ കൊണ്ടുപോയി കംപ്ലയിൻറ്റ് ശരിയാക്കാൻ കൊണ്ടുപോകുന്നതിന് മുമ്പ് ആ സംഭവം മാറ്റി ആ കംപ്ലയിൻറ്റ് മെയിനായിട്ട് വണ്ടിയെ ബാധിക്കുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും കംപ്ലയിൻറ്റ് വന്നാലോ കോൺസ്റ്റൻ്റ് കംപ്ലയിൻറ്റ് വന്നാലോ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലാവും. എന്ന് പറയുമ്പോൾ വണ്ടി ഇങ്ങനെ കംപ്ലയിൻ്റ് ആണ്, അതുകൊണ്ടാണ് വണ്ടി ഇങ്ങനെ ചില സംഭവം ഇങ്ങനെയൊക്കെ പെരുമാറുന്നത് എന്ന് മനസ്സിലാവുകയും പെട്ടെന്ന് തന്നെ കൊണ്ടുപോയി നിങ്ങൾക്ക് ആ വണ്ടി ഇവൻറ്റോ നിങ്ങൾക്ക് അങ്ങനെയുള്ള പണികൾ അറിയിട്ടില്ലെങ്കിലും അത്യാവശ്യം വർക്ക്ഷോപ്പിൽ കൊണ്ട് പണിയാനുള്ള ഒരു നോളജ് അവിടെ കിട്ടും. ഇതാണ് എനിക്ക് സത്യം പറഞ്ഞാൽ ഇപ്പം മനസ്സിൽ നിൽക്കുന്ന ഇതാണ്. എനിക്ക് വേറെ എന്താ ഒരുപാട് ഹെൽപ്പൊക്കെ ചെയ്യുന്നത്. ഇപ്പോൾ വഴിക്കാർ ഉണ്ടെങ്കിൽ അവിടെ നിന്ന് സാധനം മേടിച്ച് ജസ്റ്റ് ഒന്ന് അവിടെ നിന്ന് മാറ്റി കൊടുക്കുകയോ, ഇതൊക്കെയാണ് അഡ്വാൻറ്റേജ്. ഇനി ഒരുപാട് പറയുന്നില്ല. എനിക്ക് അഡ്വാൻറ്റേജിനായിട്ട് തോന്നിയ 2-3 കാര്യങ്ങൾ അതൊക്കെയാണ്. സോ